നമസ്കാരം. പ്രധാന വാർത്തകൾ. സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ആരംഭിച്ചു. വിഷുവിന് മുമ്പ് 2 ഗഡുക്കൾ കൂടി സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടത്തുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. മന്ത്രി വി അബ്ദുറഹ്മാൻ. IPL ഇന്ത്യയിൽ തന്നെ അഭ്യൂഹങ്ങൾക്ക് അവസാനമിട്ട് BCCI. വാർത്തകൾ വിശദമായി. വിഷു, റംസാൻ, ഈസ്റ്റർ ആഘോഷങ്ങൾ പ്രമാണിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതവും പല കേന്ദ്ര പദ്ധതി വിഹിതങ്ങളും ചെലവാക്കൽ ശേഷിക്ക് മുകളിൽ വന്ന അനധികൃത നിയന്ത്രണങ്ങളും മൂലം പെൻഷൻ വിതരണത്തിൽ ചില തടസ്സങ്ങളുണ്ടായി. ഈ പ്രതിസന്ധികളെ മറികടന്ന് പെൻഷൻ വിതരണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് വെള്ളിയാഴ്ച നടത്തുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ കാര്യത്തിൽ സംഘടനകൾ അറിയിച്ച ബുദ്ധിമുട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും. തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് തീയതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇനി കായിക വാർത്ത. IPL 2024 രണ്ടാം ഘട്ട മത്സരങ്ങൾ ഇന്ത്യയിൽ തന്നെ. മത്സരങ്ങൾ UAE നടക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളിയിരിക്കുകയാണ് IPL ചെയർമാൻ അരുൺ ധുമാൽ. മുഴുവൻ മത്സരങ്ങളും ഇന്ത്യയിൽ തന്നെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.